ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞു. 6 മണിയാവാറായിട്ടോ. ട്രെയിനിനെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ട് ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ ഈ ട്രെയിൻ ഇങ്ങനെ ഒരു ചുക്ക് സമയം 5 മണി കഴിഞ്ഞു. എന്നാലും വെളിച്ചമൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെയൊക്കെ ആയിട്ട് കുളിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ രേവതി ചേച്ചിയുടെ 7ാം മാസ പ്രഗ്നൻസിയുടെ ചടങ്ങ് ഇന്ന് നടക്കുകയാണ്. നമ്മുടെ വീട്ടിലാണ് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ മെഹന്തിയൊക്കെ ഇട്ടാട്ടോ, എല്ലാം പോയിട്ട് ഞാൻ സോപ്പൊക്കെ വെച്ച് കഴുകിയപ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ ഫീഡായി. പൊട്ട മെഹന്തി ആട്ടോ, ഒന്നും കൂടി ഇന്ന് ഇടണം. അയ്യോ അപ്പം ഞാൻ ഓക്കെ. അതിൽ ഫസ്റ്റ് ചടങ്ങ് എന്ന് പറയുന്നത് പൊങ്കാലിടാണ്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയാണെങ്കിൽ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പൊങ്കാലിട്ട് കഴിഞ്ഞ് നമ്മൾ റെഡി ആവും. അത് കഴിഞ്ഞ് മധുരം കൊടുക്കൽ ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ ആയാലും പ്രഗ്നൻസിയുടെ ടൈം ഇങ്ങനെ പൊങ്കാലിടുക അങ്ങനത്തെ ചടങ്ങുകളൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ഇങ്ങനെ കാണുന്നത്. പിന്നെ മധുരം കൊടുക്കുന്ന ചടങ്ങുണ്ടെന്ന് തോന്നുന്നു. 50-ാം മാസം ഇതിലാവട്ടെ. അപ്പോൾ സമയം ഞാൻ കളയുന്നില്ല, ഞാൻ റെഡി ആവട്ടെ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് രാവിലെ തന്നെ ചേച്ചി റെഡിയായി കാണാം. ഞങ്ങളും സെറ്റ് സാരി കൊടുക്കാമെന്നായിട്ട് പറഞ്ഞത്. പക്ഷേ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ഞാനാണെങ്കിൽ ചുരിദാറാണ് ഇട്ടത്. ഹലോ ഗൈസ്. അപ്പോൾ ചേച്ചിയുടെ പൊങ്കാലി അത് രാവിലെ 5:30 കഴിഞ്ഞു. നമ്മളിപ്പോൾ തായിട്ട് തോന്നപ്പം കാലിടാൻ താഴെ എല്ലാ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞു. എന്താ എണ്ണയില്ലേ? ഭയങ്കര പുകയില് വിശക്കുന്നുണ്ടല്ലേ. കണ്ണൊക്കെ ഇനി അത് തിളച്ച് വരണം. അപ്പോൾ ആ നേരം കൊണ്ട് കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള തേങ്ങ ചിലവാണ്. താങ്ക് യു. എന്തായാലും അത് തിളക്കാൻ ഇച്ചിരി നേരം എടുക്കും. ആ സമയത്ത് കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ് തിളച്ചു ഗൈസ്. ചേച്ചി പൊങ്കാലി കഴിഞ്ഞു. ആദ്യമായിട്ടാണ് പൊങ്കാലിടുന്നത് കാണുന്നത്. നമ്മുടെ ഇന്നത്തെ ഫുഡൊക്കെ നമ്മുടെ മൈയുടെ കാറ്ററിങ്ങിലായിട്ട് പറഞ്ഞത്. ഇപ്പോൾ രാവിലത്തെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ചായ എല്ലാം രാവിലത്തെ ഫുഡ്. രാവിലെ കുറച്ച് പേര് വരും, അതുകൊണ്ട് രാവിലത്തെ ഫുഡൊക്കെ അവരുടെ അടുത്താണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം വന്നിട്ടുണ്ട്. ഫംഗ്ഷന് വേണ്ടിയുള്ള ഫുഡും അവിടെ തന്നെയാണ് പറഞ്ഞേക്കണം. അയ്യോ ഞാൻ ഇട്ട മെഹന്തിക്കോൺ ഇതായിരുന്നു. ഇന്നലെ ഇട്ടപ്പോൾ തന്നെ അതെല്ലാം പോയി. കണ്ടോ, ബാക്ക് വശമൊക്കെ പോയി. ഇപ്പോൾ ഇത് വീണ്ടും ഇട്ട് പെട്ടെന്ന് ഉണങ്ങും, പെട്ടെന്ന് പോകും. അങ്ങനത്തെ ടൈപ്പ് ഒരു മെഹന്തിയാണ്. ഞാനായിട്ട് ചേച്ചിക്ക് മുടി കെട്ടി കൊടുക്കുന്നത്. എനിക്കറിഞ്ഞൂടാ. ചേച്ചി ഫുൾ വിശ്വാസം എൻ്റെ അടുത്ത് സമർപ്പിച്ച് ഞാൻ എൻ്റെ ഫുൾ ട്രസ്റ്റും വൈഷ്ണവിയിൽ കൊടുക്കുകയാണ്. എൻ്റെ മുടി അടിപൊളിയാക്കി തരുമെന്നാണ് എൻ്റെ. ഇന്നിനി എന്താവുന്നു മിക്കവാറും എല്ലാ പരിപാടി വരുമ്പോൾ ഞാൻ കൊളാവുന്നു. ഗൈസ്, നമ്മൾ മുടി വെട്ടാൻ പോണേന്ന് മുടി കെട്ടാൻ പോവാ. ബ്യൂട്ടീഷ്യനെ പോലെ എന്താവും അറിഞ്ഞൂടാ. നോക്കാം. ഹായ്, നല്ല രസമുണ്ട്.
അടിപൊളിയായിട്ടുണ്ട്. ഫൈനലി ഞങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഇന്നലെ തന്നെ സ്റ്റിച്ച് ചെയ്തെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാട്ടോ ഞാൻ ഇടുന്നത്. ഇതാണ് എൻ്റെ ബ്ലൗസ്, ഇതാണ് എൻ്റെ സ്കേർട്ട്, പിന്നെ ദുപ്പട്ട വേറെ. സോ ഇതിട്ടിട്ട് വേഗം വരാം. സോ ഗായ്സ്, ഇതാണ് ഞാൻ തയ്പ്പിച്ച സ്കേർട്ട് ആൻഡ് ടോപ്പ് കേട്ടോ. ഇത് വളരെ ഇഷ്ടപ്പെട്ടിട്ടാ. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു ദുപ്പട്ട വരും. ഇതൊരു ഹാഫ് സാരി പോലെയാണ് വരുന്നത്. സോ ടൈമില്ല, നമുക്ക് വേഗം റെഡിയാവാം. മേക്കപ്പൊക്കെ ഏകദേശം കുറച്ച് കഴിഞ്ഞ് ഐലൈനർ ഇടണം. പിന്നെ അടുത്തത് ബ്ലഷ് ആട്ടോ, ഇൻസൈറ്റിൻ്റെ ബ്ലഷ് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ബ്ലെൻഡ് ചെയ്യാം നമുക്ക് കൈകൊണ്ട് തന്നെ. അടിപൊളി ബ്ലഷ് ആട്ടോ, ഒരു രക്ഷയില്ല. വേഗം റെഡിയാവട്ടെ. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഓർണമെൻറ്റ്സ് ഒക്കെ നിധി റെൻ്റൽ ജ്വല്ലറി എന്നാട്ടോ. നമ്മുടെ രേവ ചേച്ചി രാമൻ ചേച്ചിയുടെയും റെൻ്റൽ ജ്വല്ലറി ഷോപ്പാണ്. അപ്പം എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹാഫ് സാരി പോലെ ഉടുക്കാമെന്ന് തന്നെയാണ്. എനിക്കൊരു ഐഡിയ ഇല്ലത് എങ്ങനെ ഉടുക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ആവൺ ചേച്ചി വന്ന് എനിക്ക് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് തന്നിട്ടോ. അപ്പോൾ ഈ ഹിപ്പ് ചെയിനും നിധിയിൽ തന്നെയാണ്. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് എത്ര ഹെയർ സ്റ്റൈൽ കിട്ടിയാലും ഒന്നും ശരിയാവില്ല. ലാസ്റ്റ് എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ തന്നെ മുടി അഴിച്ചിടാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചടങ്ങൊക്കെ ആദ്യമായിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ചേച്ചിക്ക് 7 തരം പലഹാരങ്ങൾ ചേച്ചിക്ക് വെച്ച് കൊടുക്കുക. ചേച്ചി എനിക്ക് തിരിച്ചും പലഹാരങ്ങൾ തരും. പിന്നെ ഞാൻ കഴിഞ്ഞ് ചേച്ചിയുടെ ബ്രദർ കിച്ചും പലഹാരങ്ങൾ കൊടുത്തു. പിന്നെ എൻ്റെ അമ്മ വന്ന് കൊടുത്തു, പിന്നെ അച്ഛൻ വന്ന് കൊടുത്തു, പിന്നെ ചേച്ചിയുടെ അമ്മ കൊടുത്തു, പിന്നെ ആവണ ചേച്ചി, പിന്നെ ബാക്കിയുള്ള കസിൻസും എല്ലാവരും വന്ന് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അവിടെയാണെങ്കിൽ എൻ്റെ മഹിയുടെ അമ്മയും ചിറ്റയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അനുഅമ്മയും ഷീന ചിറ്റയും. നമ്മുടെ പരിപാടി ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. ഫുഡ് കഴിക്കണം. പിന്നെ ഞാൻ 3:30 ചേച്ചി പോകും. ഞാൻ ഇപ്പം കഴിക്കാൻ പോകുന്നുള്ളൂ. നമുക്ക് വെജാണ് ഇന്ന് ഫുള്ളും. പുലാവുണ്ട്, പപ്പടം, സാലഡ്, പിന്നെ ചില്ലി ഗോബി എല്ലാം ഉണ്ട്. ചേച്ചി പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചടങ്ങുകളാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ചടങ്ങ് ഫസ്റ്റ് തന്നെ ചേച്ചിയുടെ അമ്മ ചേച്ചിക്ക് സ്വർണ്ണവള ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് എല്ലാവരും കാല് തൊട്ടുകയാണ്. അങ്ങനെ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ചേച്ചിതേ തിരിച്ച് തിരുവനന്തപുരത്തോട്ട് പോയേക്കാണ്. പിന്നെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. ഇനി വളകാപ്പുണ്ട്, അത് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും. ഇനി ചേച്ചി വരുന്നത് നമ്മുടെ കുഞ്ഞുവാവയായിട്ടായിരിക്കും ഇനി വരുന്നത്. ഇത്രേ ഉള്ളൂ, ചടങ്ങുകളെല്ലാം തീർന്നു. നമ്മുടെ വ്ളോഗും ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ഇട്ടാണ്. ടാറ്റാ.